Dears, welcome back to Eagle Learning. So, നിങ്ങൾ കാത്തിരുന്ന ഓണ എക്സാം ടൈം ടേബിൾ ഒക്കെ വന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ Yes. നമുക്ക് ഏത് ചാപ്റ്റർ നമ്മൾ ടൈം ടേബിൾ വന്നിട്ട് കാര്യമില്ല. നമുക്കറിയണം ആ സിലബസിൽ നമുക്കറിയണം ഏത് ചാപ്റ്റർ പഠിച്ചാലായിരിക്കും ഓണം എക്സാമിന് ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. തന്നെയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും പറയും, കുട്ടികളോട് പറയുന്ന സ്ഥിരമായിട്ട് പറയുന്ന ഒരു വേർഡാണ് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ്. അതിന് എന്ത് ചെയ്യാ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ അല്ലേ. പാർട്ടി നമുക്ക് ഓരോ സബ്ജക്റ്റിലെയും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന്റെ എക്സാമിന് ചോദ്യമാണ് വരുന്നത് എന്നും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, ചാപ്റ്റർ ഭയങ്കര ടഫ് ആയിരിക്കാം, പക്ഷെ അതിൽ എന്ത് ചെയ്യാം മാർക്ക് ഒരുപാട് ചോദിക്കുന്ന ചാപ്റ്റർ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം മാത്തമാറ്റിക്സ് ആണ്. കഴിഞ്ഞ വർഷം നിങ്ങളെ ഏറ്റവും കുഴപ്പിച്ച മാത്തമാറ്റിക്സ്. കാരണം NCERT ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ പല കുട്ടികളെയും കുഴപ്പിച്ചു. പക്ഷെ നമ്മുടെ ലൈവൊക്കെ കണ്ട മക്കള് നമ്മളത് തന്നെ മാത്സ് എടുക്കാൻ കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളെ കുഴക്കുക, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യോടുകൂടി കാണുന്ന ഒരു സബ്ജക്ട് എന്തായിരിക്കും മാത്തമാറ്റിക്സ്. അപ്പൊ ടേം 1 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലെ. ഇതില് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ മാർക്ക് വേരിയേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവര് ഡിറ്റർമിനേഴ്സിന് 20 മാർക്ക് എന്നുള്ള സാധനം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്തല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് ഏറ്റവും അധികം മാർക്ക് വരുന്നത് ഡിറ്റർമിനൻസിൽ നിന്നും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുമാണ്. ഏകദേശം 20 മാർക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. about 20 മാർക്ക് ഡിറ്റർമിനൻസ് ഉണ്ട്, 20 മാർക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ. രണ്ട് ചാപ്റ്ററും കൂടി പഠിച്ചാൽ തന്നെ 40 മാർക്ക് ആയി കഴിഞ്ഞു മക്കളെ. ഒരു കാര്യം, ഈ കമ്പാരിറ്റീവ്ലി ചാപ്റ്റർ പഠിക്കാൻ ഈസി ഏത് ചാപ്റ്റർ ആയിരിക്കും? ഡിറ്റർമിനൻസ് ആയിരിക്കും മിസ്സിന്റെ അഭിപ്രായത്തിൽ? കണ്ടിന്യൂറ്റി ഈ 5 ചാപ്റ്ററിൽ മെട്രിക്സ് ആയിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. 17 മാർക്ക് മെട്രിക്സ് ഉണ്ട്, പിന്നെ വളരെ ഈസി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 11 മാർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചാപ്റ്റർ അറിഞ്ഞ് വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ 12 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ പോലും 40 മാർക്സ് കിട്ടും. പക്ഷെ നിങ്ങൾ മുഴുവൻ പഠിക്കുക അല്ലെ. നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പൊ ടേം 1 ഈ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ഫിസിക്സ്. ശ്രദ്ധിക്കുക, ഫിസിക്സിലേക്ക് നമ്മൾ പോവാണ് മക്കൾ. ശ്രദ്ധിച്ചേ, ചാപ്റ്റർ നോക്കിയേ. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്. സെക്കൻഡ് ചാപ്റ്റർ എനിക്കൊന്നു സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ആക്ച്വലി 3 ചാപ്റ്റേഴ്സിൽ നിന്നും 22 മാർക്സിനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചത് അല്ലേ. 66 മാർക്ക്. 3 ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് ആണ്. 60 മാർക്ക് ക്ലിയർ അല്ലേ. 6 മാർക്ക് അധികമായി പോവുക എന്നുള്ള തോട്ടായിരിക്കും പ്രശ്നമുണ്ട്. 6 മാർക്ക് അധികമായി പോവുക എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഈ 3 ചാപ്റ്ററും കംപ്ലീറ്റ് പഠിക്കണം എന്നാ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ചില കുട്ടികൾക്ക് ചോയ്സ് ഉള്ളതുകൊണ്ടാണ് NCERT വിട്ടു പോയരുത്. വീണ്ടും നമ്മൾ ഈഗൺ ലേണിംഗ് എപ്പോഴും പോയിന്റ് ചെയ്യുന്ന ഒരേ ഒരു സാധനം ഏതാ? NCERT ബുക്കാണ് അല്ലേ. റെഡി, നെക്സ്റ്റ്. അപ്പൊ മക്കളെ NCERT പഠിക്കുന്ന നീറ്റിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 66 മാർക്കോളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 12 മാർക്സിനാണ് വന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതേ അത്ര തന്നെ ടോപ്പിക് മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ഉണ്ട്, എന്നാൽ പോലും അതിൽ കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണ്. എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കാണില്ല, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഈ ചാപ്റ്ററിന് വെയിറ്റേജ് കുറവ് വരുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ പഠിപ്പിക്കുന്ന ചാപ്റ്റർ അല്ലേ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാ വെയിറ്റേജ് കുറവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്വന്തം കെമിസ്ട്രിയിലേക്ക് വരികയാണ്. സൊല്യൂഷൻസ്. ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ കൂട്ടുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് സൊല്യൂഷൻ. ഞാൻ എടുക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് സൊല്യൂഷൻ. അതിനുശേഷം കൈനറ്റിക്സും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും ആണ്. എനിക്ക് എടുക്കുന്ന 2 ചാപ്റ്റർ ആണ്. കൈനറ്റിക്സും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും മിസ് എടുക്കുന്ന ചാപ്റ്റർ ആണ്. 18 മാർക്ക്. അല്ല, ഞാൻ വേണേ സൊല്യൂഷൻ എടുക്കാൻ മക്കളെ. അപ്പൊ 18 മാർക്കാണ് ഈ 2 ചാപ്റ്റർ. ഡി ആൻഡ് എഫിന്റെ ഒക്കെ പ്രത്യേകത ഈസിയാണ് അല്ലെ. സൊല്യൂഷനിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഡി ആൻഡ് എഫ് പ്യൂർലി ഇൻഓർഗാനിക് ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നല്ല ചാപ്റ്റർ ആണ്. കുറച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം മക്കളെ. അതാണ് കേട്ടോ. രസകരമായിട്ട് പോവാന്ന് പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് അത്ര ഇഷ്ടം കാണില്ല. തിയറി മാത്രമാണ്. അപ്പൊ ഈ 3 ചാപ്റ്ററും പഠിച്ചാൽ ഏകദേശം 20, 40, 60 മാർക്സ് കിട്ടും. ആദ്യത്തെ 3 ചാപ്റ്ററിലേക്ക് മക്കൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇലക്ട്രോ കെമിസ്ട്രി ഒരേ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ചോദിക്കാറ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന
ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ കരുതും, പക്ഷേ സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്, സെയിം പാറ്റേൺ ആണ് ക്വസ്റ്റൻ. അതെ, എനിക്കൊന്ന് പക്ഷേ കൈനറ്റിക്സ് ആണ്, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഗ്രാഫ് ഒക്കെ പഠിക്കാനുണ്ട്. ഓവറായിട്ട് അഭിപ്രായം ഞാൻ പറയുന്നില്ല. അല്ല, അപ്പൊ ഈ 3 ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാമെങ്കിൽ, ലൈൻ ബൈ ലൈൻ NCERT പഠിക്കാമെങ്കിൽ, ഒരു പ്രോബ്ലം പോലും തെറ്റില്ല എന്നുണ്ടെങ്കിൽ ആ 3 ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുന്ന കുട്ടിക്കും ഫുൾ മാർക്ക് കിട്ടും. എന്നാൽ റിസ്ക് എടുക്കരുത്, 4ാമത്തെ ചാപ്റ്റർ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏകദേശം ഒരു 45% കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഇനി 55% ബാക്കിയുള്ളൂ എന്നുള്ള അല്ലെ. കെമിസ്ട്രി ആണ് ഈ വർഷം ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് ഏതെന്ന് വെച്ചാൽ എന്ത് പറയും? കെമിസ്ട്രി ആണ്. ഓക്കെ, ബോട്ടണി, ബയോളജി ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവർ ആൻഡ് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ 20 മാർക്കാണ്. യെസ്. And term 1 second chapter is biotechnology, principles and process. 19 marks ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചത്. അപ്പൊ ഏകദേശം നമുക്ക് അത്രയും വെയിറ്റേജ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇവരെ കുഴക്കിയത് ബയോളജി, ബോട്ടണി ആയിരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും കൂടുതൽ ടോപ്പിക് ഉള്ള സബ്ജക്ട് ബോട്ടണി ആയിരുന്നു. പക്ഷേ ഈ വർഷം ബയോളജി കമ്പാരിറ്റീവ്ലി കുറവാണ്. റെഡി അല്ലേ? സുവോളജി, ഫിസിക്സ് നമ്മൾ കഴിഞ്ഞു. യെസ്. അപ്പൊ സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ബോട്ടണിയിൽ 2 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 16 മാർക്കുണ്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 10 മാർക്ക്. കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ് തോന്നുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് 19 മാർക്ക്. സുവോളജിയിലെ ഏറ്റവും വെയിറ്റേജ് കൂടിയത് ഈ ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ വിട്ട് കളയരുത്. മക്കൾ അതെല്ലാം എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ബോട്ടണിയിലെ ഈ 2 ചാപ്റ്ററും അതേപോലെ ഈ സുവോളജിയിലെ ഈ ഒരു ചാപ്റ്ററും കൂടി പഠിച്ചാൽ തന്നെ 60 സ്കോർ ചെയ്യാല്ലേ. അപ്പൊ അടുത്തത് നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ സയൻസ്. ബയോളജി ഒപ്റ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒപ്റ്റ് ചെയ്ത കുട്ടികൾ ശ്രദ്ധിക്കുക. അത് ഫസൽ മോൻ പ്രത്യേകം പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് കമ്പാരിറ്റീവ്ലി ഈസി ആണെന്നൊക്കെ സ്ഥിരമായിട്ട് അല്ലെ. നോർമലി കമ്പാരിറ്റീവ്ലി ഈസി ആണല്ലേ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകും. ഫസൽ സാർ പറയാറുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കുട്ടിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന. എനിക്ക് തോന്നുന്നു ബയോളജി സയൻസ് ചിലപ്പോൾ ബയോളജി ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആകാനോ മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഒപ്റ്റ് ചെയ്യും. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് അത്രയും ഇഷ്ടപ്പെട്ടായിരിക്കും അവർ എടുക്കുന്നത്, അവരൊരു ഡിസൈൻ ചെയ്യും, അവരുടെ ലൈഫ് ഡിസൈൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരിക. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് 25 മാർക്സ് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് വെബ് ടെക്നോളജി ആണ്, 26 മാർക്കാണ് വെബ് ടെക്നോളജി. 2 ചാപ്റ്റർ പഠിച്ച് 26, 25, 50 മാർക്ക് അത് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ജസ്റ്റ് ഒന്ന് അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന ഒരു ഓപ്ഷനിലേക്ക് ഉണ്ട്. ആൻഡ് തേർഡ് ചാപ്റ്ററിന് 10 മാർക്കും, ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൽ 17 മാർക്ക് ഉണ്ട്. കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന് 10 മാർക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് ചാപ്റ്റർ വെയിറ്റേജ് അറിഞ്ഞ് വൃത്തിക്ക് പഠിക്കുക അല്ലേ. അപ്പൊ ലാസ്റ്റ് ടൈം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ വെയിറ്റേജ് മാത്രം നോക്കി പഠിച്ചാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസും ലൈവ്സും ഒക്കെ നമ്മുടെ ഏഗൺ +2 ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് കാണുന്ന മക്കള് നമ്മൾ എക്സാം സീസണിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനെ പോയിന്റ് ചെയ്തുകൊണ്ട് കോണ്ടന്റ് വീഡിയോസ് ഇടും. അപ്പൊ നന്നായിട്ട് അത് മാത്രം പോയിന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ, 5 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താണോ കമന്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് കോണ്ടന്റ് ആണോ വേണ്ടത്, അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ കൂടെ തന്നെ ഈ വർഷം മുഴുവൻ ഏഗൺ ഉണ്ടായിരിക്കും. നിങ്ങളെ ഒരിടത്ത് എത്തിച്ചിട്ടേ ഞങ്ങള് പിന്മാറൂ. യെസ്. അപ്പൊ ഷെയർ ചെയ്തോളൂ, ഈ വീഡിയോ ഷെയർ ചെയ്യുക. മക്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മക്കൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ കാര്യം കൂടി, നമ്മൾ വേറൊരു ചാനലും ഇപ്പൊ കോണ്ടന്റ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഏഗൺ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഫുൾ ആയിട്ട് കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക, സെറ്റ് ആക്കുക. റെഡി അല്ലേ? ഓക്കെ, ബൈ.